വിഴിഞ്ഞം പോർട്ടിന്റെ വളർച്ചയിൽ തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് ഡോക്ടർ ദിവ്യസ് അയ്യർ ആണെന്നൊക്കെ പറയുന്ന കെ രാഗേഷ് റീൽസ് എടുക്കുന്നതല്ല അഡ്മിനിസ്ട്രേഷൻ ഭരണം എന്നത് മനസ്സിലാക്കുന്നത് എന്തായാലും നല്ലതായിരിക്കും. ഇതേക്കുറിച്ച് കൂടുതൽ പറയിപ്പിക്കാതിരിക്കുന്നതായിരിക്കും എന്തായാലും നല്ലത്. ഇതൊന്നും മറുപടി അർഹിക്കാത്ത ആരോപണങ്ങളാണ്. ഏത് വകുപ്പ് കൈവശം വെക്കണമെന്നത് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. അതിന് അദ്ദേഹത്തിനാണ് അവകാശവും ഉള്ളത്. ഈ കെ രാഗേഷിന് അതും അറിയില്ല എന്നുണ്ടോ? ആരെ തുറമുഖ വകുപ്പ് ചുമതലയിൽ നിയമിക്കണമെന്ന് തീരുമാനിക്കുന്നതും മുഖ്യമന്ത്രി തന്നെയാണ്. അതിന് കെ രാഗേഷിന് എന്തിനാണ് ഇത്ര പൊള്ളുന്നത്? ദിവ്യസ് അയ്യരെ മാറ്റുന്നതിൽ ഇത്രയ്ക്ക് പൊള്ളേണ്ട കാര്യം ഉണ്ടോ? അവരുടെ ഭർത്താവായ ശബരിനാഥിന് പോലും ഇല്ലാത്ത പ്രതിഷേധം കെ രാഗേഷിന് ഉണ്ടാവേണ്ട ഒരു കാര്യവുമില്ല. CPM-ന്റെ കണ്ണൂർ ജില്ലയിലെ കനത്ത തോൽവിയിൽ പ്രധാന പങ്ക് വഹിച്ച നേതാവ് കൂടിയാണ് ഈ ജില്ലാ സെക്രട്ടറി എന്നത് നാം മറന്നു പോകരുത്. സ്വന്തം പാർട്ടിക്ക് കവചം തീർക്കാൻ ശേഷിയില്ലാത്തവനാണ് ഇപ്പോൾ ദിവ്യസ് അയ്യർക്ക് കവചം തീർക്കാൻ ഇറങ്ങിയിരിക്കുന്നതെന്ന പരിഹാസം സ്വന്തം പാർട്ടി അണികളിൽ നിന്ന് തന്നെ കെ രാഗേഷിന് ഇപ്പോൾ നേരിടേണ്ടി വന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. ഈ ദിവ്യസ് അയ്യരെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചുമതലയിൽ നിന്ന് മാറ്റിയതിന് കെ രാഗേഷിന് പൊള്ളുന്നത് എന്തിനാണ്? ഭരണം മാറിയിട്ടും ഈ KKR കവചം അവസാനിച്ചിട്ടില്ലേ? ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD സ്ഥാനത്ത് നിന്നും ദിവ്യസ് അയ്യരെ മാറ്റിയത് അദാനിക്ക് വേണ്ടിയാണെന്ന് കെ രാഗേഷ് പറയുന്നത് അയാൾക്ക് ദിവ്യസ് അയ്യരുമായുള്ള അടുപ്പം കൊണ്ടാണ്. അക്കാര്യത്തിൽ എനിക്ക് എന്തായാലും സംശയമില്ല. ഈ കെ രാഗേഷ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറി CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുത്തപ്പോൾ IAS ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പരസ്യമായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട വ്യക്തിയാണ് ഈ ദിവ്യസ് അയ്യർ. കർണന് പോലും അസൂയ തോന്നുന്ന വിധമുള്ളതാണ് KKRന്റെ കവചമെന്നാണ് ഇൻസ്റ്റഗ്രാമിൽ ദിവ്യസ് അയ്യർ കുറിച്ചത്. അത് അഭിരാമിക്ക് ഓർമ്മയില്ലേ? ഇതിനുശേഷം കെ രാഗേഷിന്റെ ക്ഷണപ്രകാരം കണ്ണൂർ ജില്ലയിലെ ചില പരിപാടികളിലും ദിവ്യസ് അയ്യർ പങ്കെടുത്തതായാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിയമസഭയിൽ ഇരിക്കേണ്ട കോൺഗ്രസ് നേതാവായ ശബരിനാഥിന് ഇപ്പോൾ വാർഡ് കൗൺസിലറായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇരിക്കേണ്ടി വന്നത് തന്നെ ഭാര്യയായ ദിവ്യസ് അയ്യരുടെ ഇത്തരം പെരുമാറ്റം കൊണ്ടാണ്. സ്വന്തം പാർട്ടിയിൽ പോലും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ശബരിനാഥ് ഉള്ളത്. ഈ മുഖ്യമന്ത്രി VD സതീഷിനോട് പല കാര്യങ്ങളിൽ എനിക്ക് എതിർപ്പുണ്ടെങ്കിലും ദിവ്യസ് അയ്യരെ വിഴിഞ്ഞം പോർട്ടിന്റെ ചുമതലയിൽ നിന്നും മാറ്റിയ നടപടി ശരിയായ ഒരു നടപടിയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. സോഷ്യൽ മീഡിയയിൽ റീൽസ് ഇറക്കി ജീവിക്കുന്ന ഉദ്യോഗസ്ഥരെ, അത് ആണായാലും പെണ്ണായാലും, ഒരു തന്ത്രപ്രധാന തസ്തികയിലും നിയമിക്കരുതെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ദിവ്യസ് അയ്യരുടെ പ്രവർത്തികളിൽ സഹികെട്ടാണ് VD സതീശൻ അവരെ മാറ്റിയെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതല്ലായിരുന്നെങ്കിൽ സതീഷിന്റെ രാഷ്ട്രീയ ഗുരുവായ കാർത്തികേയന്റെ മരുമകളെ അദ്ദേഹം തീർച്ചയായും വിഴിഞ്ഞത്ത് തുടരാൻ അനുവദിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കെ രാഗേഷിന്റെ ഇപ്പോഴത്തെ പ്രതികരണത്തിന് ഞാൻ എന്തായാലും ഒരു വിലയും കൽപ്പിക്കാത്തത്. CPM-ന്റെ കണ്ണൂർ ജില്ലയിലെ കനത്ത തോൽവിയിൽ പ്രധാന പങ്ക് വഹിച്ച നേതാവ് കൂടിയാണ് ഈ ജില്ലാ സെക്രട്ടറി എന്നത് നാം മറന്നു പോകരുത്. സ്വന്തം പാർട്ടിക്ക് കവചം തീർക്കാൻ ശേഷിയില്ലാത്തവനാണ് ഇപ്പോൾ ദിവ്യസ് അയ്യർക്ക് കവചം തീർക്കാൻ ഇറങ്ങിയിരിക്കുന്നതെന്ന പരിഹാസം സ്വന്തം പാർട്ടി അണികളിൽ നിന്ന് തന്നെ കെ രാഗേഷിന് ഇപ്പോൾ നേരിടേണ്ടി വന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. ദിവ്യസ് അയ്യരെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചുമതലയിൽ നിന്ന് മാറ്റാൻ അദാനി നീക്കം നടത്തിയിരുന്നു എന്ന് മാത്രമല്ല, അതിനെ പിണറായി തടഞ്ഞിരുന്നു എന്നും കൂടി കെ രാഗേഷ് പറയുന്നുണ്ട്. ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാണ്? ഈ കെ രാഗേഷിനെയും P ശശിയെയും CN രവീന്ദ്രനെയും പോലുള്ള ചില അവസരവാദികളെ സ്വന്തം ഓഫീസിൽ ചുമന്നത് കൊണ്ടാണ് പിണറായി വിജയൻ ഇപ്പോൾ ഈ അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ കനത്ത തോൽവിയിൽ ഈ മൂവർ സംഘത്തിന് വലിയ പങ്ക് തന്നെയാണുള്ളത്. ഇവരെല്ലാം തന്നെ പാർട്ടി താല്പര്യങ്ങളും അതിലുപരി സ്വന്തം വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ദുരുപയോഗം ചെയ്തിരുന്നത്. ഈ പറയുന്നതിന് എണ്ണി പറയാൻ നിരവധി കാര്യങ്ങളുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് എന്തായാലും ചർച്ച ചെയ്യാം. ഇത്തരത്തിൽ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പാർട്ടി നൽകിയ സ്ഥാനങ്ങളെ ദുരുപയോഗം ചെയ്ത നേതാവ് വന്ന് സോഷ്യൽ മീഡിയയിലൂടെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അത് ഈ രാഷ്ട്രീയ കേരളം വിശ്വസിക്കുമെന്ന് അഭിരാമിക്ക് തോന്നുന്നുണ്ടോ? ഈ ചാർട്ടേഡ് വിമാനത്തിൽ മുഖ്യമന്ത്രി മംഗലാപുരത്തേക്ക് പോയി അദാനി സംഘത്തെ കണ്ടതിന്റെ ഫലം നമുക്ക് വേണമെങ്കിൽ വേറെ ചർച്ച ചെയ്യാം. അതിന് ദിവ്യസ് അയ്യരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെടുത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിടിച്ചാൽ പിടിവിടാതെ കർക്കശ നിലപാട് സ്വീകരിക്കുന്ന IAS ഓഫീസറുടെ പട്ടികയിൽപ്പെടുന്ന ആളൊന്നുമല്ല ദിവ്യസ് അയ്യർ എന്നത് രാഗേഷ് ഓർക്കുന്നത് നന്നായിരിക്കും. സബ് കളക്ടർ ആയിരിക്കെ സർക്കാർ പുറമ്പോക്ക് ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകിയ ചരിത്രമുള്ള ദിവ്യസ് അയ്യരെ സ്ഥലം മാറ്റിയത് വിഴിഞ്ഞം തുറമുഖം കോർപ്പറേറ്റുകൾക്ക് അടിയറ വെക്കാനാണെന്ന് കെ രാഗേഷ് പറഞ്ഞാൽ അത് CPM പ്രവർത്തകർ പോലും പുച്ഛിച്ചു തള്ളും. കാരണം ദിവ്യസ് അയ്യര് ഭൂമി പതിച്ചു നൽകിയതിനെതിരെ ആദ്യ പിണറായി സർക്കാരിൽ പരാതി നൽകിയത് തന്നെ ഇപ്പോഴത്തെ CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയിയാണ്. CPM നടത്തിയ പ്രതിഷേധത്തെ തുടർന്നാണ് ദിവ്യസ് അയ്യരെ അന്ന് പിണറായി സർക്കാർ തന്നെ സ്ഥലം മാറ്റിയിരുന്നത്.
ഈ ഭൂമി കൈമാറ്റം സംബന്ധിച്ച് അന്നത്തെ തിരുവനന്തപുരം ജില്ലാ കളക്ടർ വാസുകിയുടെയും ലാൻഡ് റവന്യൂ കമ്മീഷണറുടെയും റിപ്പോർട്ട് പരിശോധിച്ചാൽ തന്നെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ ദിവ്യയ്ക്ക് നേരിടേണ്ടി വരുമായിരുന്നു. ഇത് സംബന്ധമായ ഒരു പരാതി പിന്നീട് വിജിലൻസ് ഡയറക്ടർക്ക് മുന്നിൽ വന്നപ്പോൾ സർക്കാർ അനുമതിക്കായി അയക്കുകയുണ്ടായി. ഈ ഫയലിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ രാഗേഷ് തീർത്ത കവചത്തെയാണോ ദിവ്യ പറയുന്ന കർണന് പോലും അസൂയ തോന്നുന്ന KKR കവചം എന്ന ചോദ്യം പരാതി നൽകിയ അഭിഭാഷകനും ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. അതിന് മറുപടി പറയേണ്ടതും ദിവ്യ എസ് അയ്യർ തന്നെയാണ്. അതുകൊണ്ട് ദിവ്യ എസ് അയ്യരെ സ്ഥലം മാറ്റിയത് വിഴിഞ്ഞം തുറമുഖത്ത് മുഖ്യമന്ത്രിയുടെ മറ്റെന്തോ അജണ്ട നടപ്പാക്കാനാണെന്ന് പറഞ്ഞാൽ അത് IAS ഉദ്യോഗസ്ഥർക്കിടയിൽ പോലും വിലപ്പോകുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് അവരുടെ പഴയ ചരിത്രം ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കാൻ കാരണം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്ന KK രാഗേഷ് ദിവ്യ എസ് അയ്യർക്കെതിരായ പരാതിക്ക് എന്ത് സംഭവിച്ചു എന്നതിനെ പറ്റിയും അധികം താമസിക്കാതെ തന്നെ ഓരോന്നായി പുറത്തു വരുമെന്നതും ഓർക്കുന്നത് എന്തായാലും നന്നായിരിക്കും. ഈ ധനകാര്യത്തോടൊപ്പം തുറമുഖവും മുഖ്യമന്ത്രി ഏറ്റെടുത്തത് യാദർശികമല്ല എന്നും KK രാഗേഷ് ആരോപിക്കുന്നുണ്ടല്ലോ. ഇതൊന്നും മറുപടി അർഹിക്കാത്ത ആരോപണങ്ങളാണ്. ഏത് വകുപ്പ് കൈവശം വെക്കണമെന്നത് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. അതിന് അദ്ദേഹത്തിനാണ് അവകാശവും ഉള്ളത്. ഈ KK രാഗേഷിന് അതും അറിയില്ല എന്നുണ്ടോ? ആരെ തുറമുഖ വകുപ്പ് ചുമതലയിൽ നിയമിക്കണമെന്ന് തീരുമാനിക്കുന്നതും മുഖ്യമന്ത്രി തന്നെയാണ്. അതിന് KK രാഗേഷിന് എന്തിനാണ് ഇത്ര പൊള്ളുന്നത്? ദിവ്യ എസ് അയ്യരെ മാറ്റുന്നതിൽ ഇത്രയ്ക്ക് പൊള്ളേണ്ട കാര്യം ഉണ്ടോ? അവരുടെ ഭർത്താവായ ശബരിനാഥിന് പോലും ഇല്ലാത്ത പ്രതിഷേധം KK രാഗേഷിന് ഉണ്ടാവേണ്ട ഒരു കാര്യവുമില്ല. ഇനി വിഴിഞ്ഞം പോർട്ട് സംബന്ധിച്ച ഇപ്പോഴത്തെ വിവാദമാണ് പ്രശ്നമെങ്കിൽ അതും ദിവ്യ എസ് അയ്യരുടെ നിയമനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നത് നമ്മൾ ഓർക്കണം. അദാനിയുടെ കയ്യിലുള്ള വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിറ്റത് സംബന്ധിച്ച് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ആ പരിശോധന എന്തായാലും നടക്കട്ടെ. അതല്ലാതെ അതിനിടയിൽ കോലിട്ട് മുതലെടുപ്പിന് ശ്രമിക്കുന്നത് ശരിയായ ഒരു നടപടിയല്ല. വിഴിഞ്ഞം പോർട്ടിന്റെ വളർച്ചയിൽ തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് ഡോക്ടർ ദിവ്യ എസ് അയ്യർ ആണെന്നൊക്കെ പറയുന്ന KK രാഗേഷ് റീൽസ് എടുക്കുന്നതല്ല അഡ്മിനിസ്ട്രേഷൻ ഭരണം എന്നത് മനസ്സിലാക്കുന്നത് എന്തായാലും നല്ലതായിരിക്കും. ഇതേക്കുറിച്ച് കൂടുതൽ പറയിപ്പിക്കാതിരിക്കുന്നതായിരിക്കും എന്തായാലും നല്ലത്. പിന്നെ KK രാഗേഷ് ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും കൃത്യമായ ധാരണയില്ലാത്ത ആളാണ് പുതിയ ചുമതലക്കാരൻ എന്നതാണ്. അതിനും എനിക്ക് കൃത്യമായ ഒരു മറുപടി ഉണ്ട്. ദിവ്യ എസ് അയ്യരെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചുമതല ഏറ്റെടുക്കുമ്പോൾ അവർക്ക് ഈ തുറമുഖത്തെക്കുറിച്ച് എന്ത് ധാരണയാണ് ഉണ്ടായിരുന്നത്? സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകിയതാണോ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നത്? അതും ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയല്ലേ?